ശ്രീ കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃസന്നിധിയിൽ ശ്രീ വൈശാഖ മഹാത്മ്യം നിത്യപാരായണമായിട്ട് ഇന്ന് വൈശാഖ മാസം 10-ാം തീയതി 10-ാമത്തെ അധ്യായ പാരായണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം തത്സത്. വൈശാഖ മഹാത്മ്യം ധ്യാന ശ്ലോകത്തോടുകൂടി എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പാരായണം ആരംഭിക്കുകയാണ്. ഓം ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുധാ ജയ. തരം നാമ കീർത്തനം ചൊല്ലി വന്നു ഉത്തമ കീഴ്പെണ്ണെ ശുദ്ധമാനസേ ബാലേ. പുത്തൻ തേൻ പഴം പഞ്ചസാരയും ഇളനീരും ചിത്തകൗതുകത്തോടു ഭുഷിച്ചു വസിക്കലീ. ഗൂഢമാം ഞങ്ങൾക്ക് യത്നം കൂടാതെ വിരവോടു ഗൂഢമാം മോക്ഷമാർഗം ഉപദേശിച്ചിടേണം. കേടറ്റ വാക്യമേവം കേട്ടോരു നേരം കിളിപ്പേടയും കുതൂഹലമാവണ്ണം മുര ചെയ്തു. വാരണമുഖനുമാ വല്ലവാത്മജം വിഘ്നവാരണം ഭജിക്കുന്നേൻ മനസാ സദാകാലം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ വൈശാഖ മഹാത്മ്യം ദശമോധ്യായമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ദശമോധ്യായം. ഓം തത്സത്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. അത ദശമോധ്യായഃ. കേൾക്കേണ മിനിക്കിനി പാപനാശനങ്ങളാ ചൊൽക്കൊണ്ട വ്രതദാന കർമ്മഭേദങ്ങളെല്ലാം കേൾക്കണമെങ്കിൽ പുരാമേയോടം പൂജാക്ഷൻ പാട്ടമെന്നിയേറും ചെയ്തു കേട്ടതു ചൊല്ലാം. ശ്രാവണി ശുക്ലതിഥി ആദിയായി തുടങ്ങേണം. അവിസു തന്നെ ഭുജിച്ചില്ലാവൂ സംവത്സരം. ചതുർത്ഥ മാസാന്തരെ പാരണ വേണമപ്പോൾ ചതുർത്ഥം കറികളും കൂടെ നേദിച്ചിടേണം. അച്യുതനെയും പിന്നെ ശ്രീ ഭഗവതിയെയും അർച്ചന ബിംബം രണ്ടും വേറെ നിർമ്മിക്ക വേണം. സുവർണ ബിംബം മുഖ്യം വെള്ളിയെങ്കിലും കൊള്ളാം. സുവർണാംബരാഭരണാദികൾ ബഹുവിധം ശുക്ലപക്ഷങ്ങൾ കൊണ്ടു സുഗന്ധാദികൾ കൊണ്ടും ഭക്തവത്സരന്മാരെ പൂജിക്ക ദിനം പ്രതി. ദ്വാദശ വിപ്രന്മാരെ കുടുംബത്തോടും ഭക്ത്യ പാദക്ഷാളനം ചെയ്തു ഭുജിപ്പിക്കയും വേണം. ദക്ഷിണ യഥാശക്തി സംയത ദാനം ചെയ്തു ലക്ഷ്മീശ്വരിവരെന്നും നിശ്ചയിക്കയും വേണം. ആവോളം അലങ്കാരത്തോടും പൂജിക്ക യഥാ ദേവി ദേവന്മാരെയും ഭൂമിദേവന്മാരെയും. ശയ്യാദാനവും മുഖ്യ വസ്ത്രാംബൂലദാനം പല സുഖദാനങ്ങൾ നന്നായി. മാർഗശീർഷാദി മാസം 4 ഈ വണ്ണം തന്നെ രുക്മിണി കൃഷ്ണന്മാരും ഓർത്തു സേവിച്ചിടേണം. രക്തവർണ്ണമായി തന്നെ ധ്യാനം മാധവമപ്പോൾ രക്തവർണ്ണങ്ങളായ പുഷ്പങ്ങൾ അർച്ചിക്കണം. ചൈത്രാദി മാസം 4 വരാഹമൂർത്തി തന്നെ നാഗിയാകിയ ദേവി തന്നോടും കുളിരിക്കും. ആഷാഢമാസേ ദ്വിതീയതിനെ സമർപ്പിക്ക ദോഷനാശന വ്രതഭേദങ്ങൾ മുമ്പിനാൽ ചൊല്ലിതിന് പാരണതിനെ ഹോമ അമ്പേറുമഷ്ടാക്ഷര മന്ത്രേണ ചെയ്തിടേണം. വിഷ്ണു ഗായത്രി കൊണ്ടു പിന്നെയും 3-മതു വിഷ്ണു സേവയാ പുരുഷോത്തമാമന്ത്രം കൊണ്ടും. പായസം പഞ്ചാമൃതം ഹൃദപാചിത പാപം പേയഭക്ഷ്യങ്ങൾ മറ്റും സാദരം നിവേദിക്കാം. താമ്രനിർമ്മിത ബിംബം ലക്ഷ്മി കേശവന്മാർക്കും രുക്മിണി കൃഷ്ണന്മാർക്കു കാഞ്ചനം കൊണ്ടുവേണം. വസുധാവരാഹമൂർത്തികൾ വെള്ളികൾ തന്നാൽ വസുധാദിവാബിംബം ഇങ്ങനെ ധരിച്ചാലും
വാദ്രഭോജന ബഹുലേപന ഗന്ധങ്ങളാൽ മാനസപ്രീതിക്കലം ഭാവം ഭൂദേവന്മാർക്കും വരുത്തി നിർമാല്യത്തെ ഭുജിച്ചു താനും പിന്നെ ദരിദ്രീ പദേ സന്ധ്യാവന്ദനം ചെയ്തു ശീഘ്രം ശുദ്ധമായി വിരിച്ചോരു ശയ്യയിൽ ബിംബങ്ങളെ പ്രസ്താവിച്ചനന്തരം യജിക്ക വിധിപൂർവം കാംക്ഷ്യപാചനെ നിറച്ചപ്പവും നിവേദിച്ചു ചിൽസ്വരൂപികൾ ആകും മൂർത്തികളിരുവർക്കും സുഗന്ധീകര ചൂർണ്ണയിലിരികാപൂകങ്ങളും സകലം നിവേദിച്ചു ദീപങ്ങൾ തെളിയിച്ചു സ്തുതിച്ചു തിരുനാമ കീർത്തനം ചെയ്തുകൊണ്ടും വഹിക്ക ദേവന്മാരെ വത്സരമേവമെന്നാൽ നിരക്ഷതെല്ലാം സാധിച്ചിരുന്നു ചിരമു ശ്രുതദേവന്റെ വാക്യം ഇങ്ങനെ കേട്ട നേരം മതിമാനായ മിഥിലാധിപൻ ചോദ്യം ചെയ്താൽ ചക്രദാനത്തിൻ ഫലമരുൾ ചെയ്യണം എത്രയും മുഹമ്മദു ധരിപ്പാനകരായി അതു കേട്ടരുൾ ചെയ്തു ശ്രുതദേവനും അവൻ അതുനാ കേൾക്ക പറഞ്ഞിടുവൻ ചുരുക്കി ഞാൻ അധ്യായം 10 ചൊന്നീൻ ഇനിയും കേൾക്ക പുര ശുദ്ധിയിലും ഹൃദയുഗമാം കാലത്തിങ്കൽ. ഓം തത്സത്. ഇത് ശ്രീ വൈശാഖ മഹാത്മ്യേ ദശമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുധാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുധാ ജയ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം